യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. സൂര്യ, അല്ലെങ്കിൽ തന്നെ നീ സറണ്ടർ ആയ പിന്നെ നിന്റെ കുടുംബത്തിന്റെ അവസ്ഥ എന്താവും നീ ചിന്തിച്ചിട്ടുണ്ടോ? ഓരോ ദിവസം തന്നെ എങ്ങനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ താനോ എല്ലാം ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാക്കാൻ നോക്കുന്നു. ഇങ്ങനെയൊക്കെ എന്നോട് ചെയ്യാൻ ഞാൻ നിനക്ക് എന്ത് ദ്രോഹ ചെയ്തേ? സത്യത്തിൽ ആരെയാ ഞാനിപ്പോ വിശ്വസിക്കണ്ടേ? ഒരു കാര്യം ചെയ്യാം, പോലീസിന് ആവശ്യം ധ്രുവന്റെ കൊലയാളിയല്ലേ? എന്നാ പിന്നെ ഞാൻ പോയി സറണ്ടർ ആവാം. ഭാനുവിനെ ധ്രുവൻ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നത് കണ്ടപ്പോ ഞാനാണ് ധ്രുവനെ കൊന്നതെന്ന് പറയാം. അതോടെ പ്രശ്നം ഇവിടെ തീരുമല്ലോ. സൂര്യ, സൂര്യ, വേണ്ട സൂര്യ, നീ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അതെന്താ ഞാൻ ചെയ്താല്? നിനക്ക് സറണ്ടർ ആവെങ്കിൽ എനിക്കും പറ്റും. സൂര്യ, എനിക്ക് ഉള്ളിലെ വിഷമം സഹിക്കാൻ പറ്റാത്തോണ്ടാ ഞാൻ ഇങ്ങനൊരു തീരുമാനം എടുത്തത്. ഒരു വലിയ തെറ്റ് ചെയ്തിട്ട് അതിനെ മറയ്ക്കാൻ വേണ്ടി എന്തൊക്കെ കള്ളത്തരം ഞാൻ പറഞ്ഞെന്നറിയോ? അത് ഓർക്കുമ്പോ എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുക സൂര്യ. എല്ലാവർക്കും ഉപദേശങ്ങൾ നൽകിയിട്ട് സ്വന്തം കാര്യം വരുമ്പോ സ്വാർത്ഥരാവുന്നവരുടെ കൂട്ടത്തിൽ ഒരാളാവാൻ എനിക്ക് പറ്റുന്നില്ല സൂര്യ. അതിലും വലിയൊരു വഞ്ചന ലോകത്തിൽ വേറൊന്നും കാണില്ല. ഒന്ന് നിർത്തുന്നുണ്ടോ ഭാവന? ഒരു കാര്യം നീ മനസ്സിലാക്കുക, കുറ്റബോധം കൊണ്ട് മാത്രം കീഴടങ്ങാൻ നീ പോകുന്നത് ഒരു രാജ്യസ്നേഹിക്ക് വേണ്ടിയൊന്നുമല്ല. പ്രായം കുറവാണെങ്കിലും നിനക്ക് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റാത്തൊരു ഫ്രോഡായിരുന്നു ധ്രുവൻ. ധ്രുവൻ ഇതിനു മുമ്പ് എന്തൊക്കെ കൊള്ളരുതായ്മകൾ ചെയ്തിട്ടുണ്ടെന്നും അവന് വേണ്ടി അങ്കിൾ എത്ര ലക്ഷങ്ങൾ വാരി എറിഞ്ഞിട്ടുണ്ടെന്നും എനിക്ക് മാത്രമേ അറിയൂ. അവനെ ഒന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി എത്രയോ ഡി അഡിക്ഷൻ സെന്ററിൽ ഞങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടെന്നറിയോ? അവൻ കാരണം എത്ര പെൺകുട്ടികളുടെ ജീവിതം നശിച്ചിട്ടുണ്ടെന്നറിയോ? അങ്ങനൊരു മഹാന് വേണ്ടിയാ നീ സറണ്ടർ ആവാൻ പോകുന്നത്. അവനെ ഒന്ന് നേരെയാക്കാൻ വേണ്ടി എത്രയോ തവണ എന്നോടും അച്ഛനോടും അങ്കിള് ആന്റി റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടെന്നറിയോ? അവനൊന്ന് മരിച്ചു കിട്ടിയിരുന്നെങ്കിലെന്ന് വരെ അങ്കിൾ ആഗ്രഹിച്ചിട്ടുണ്ട്, അറിയോ? അവന്റെ ഉള്ളിലെ ക്രിമിനൽ ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ മദ്യവും മയക്കുമരുന്നും ലേഡീസും മാത്രം അവന്റെ ലോകം. അവിടെ പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ അവനില്ല. അത്രയ്ക്ക് വൃത്തികെട്ടൊരു മൃഗം അവൻ. ഇതവന് ഇരുന്ന് വാങ്ങിയ മരണമാണ് ഭാവന. അതുകൊണ്ട് നീ വെറുതെ ആവശ്യമില്ലാത്തൊന്നും ചിന്തിക്കണ്ട. പാപത്തിനുള്ള ശിക്ഷ മരണമാണ് ഭാവന. അതവന് കിട്ടിക്കഴിഞ്ഞു. നോക്ക്, എത്രയോ പെൺകുട്ടികളുടെ ശാപമാ അവനിപ്പോ കിട്ടിയത്. അവിടെ താനും ഭാനുവും ഒരു കാരണമായെന്നേ ഉള്ളൂ. ഭാവന, ഇനി ഒരിക്കൽ കൂടി താൻ ഇതുപോലെ സറണ്ടർ ആവാൻ ശ്രമിച്ചാൽ പിന്നെ എന്താ ഉണ്ടാവുമെന്ന് എനിക്ക് പോലും പറയാൻ പറ്റില്ല. എനിക്ക് ചില സംശയങ്ങളുണ്ട് ഭാവന. ധ്രുവൻ ശരിക്കും മരിച്ചത് എങ്ങനെയാണെന്ന് എനിക്ക് കണ്ടുപിടിക്കണം. എന്നാലേ ഇതിനൊരു അവസാനം ഉണ്ടാവും. അതിന് നീയും എന്നോടൊപ്പം ഉണ്ടാവണം. അല്ലാതെ തന്റെ ജീവിതം ജയിലഴിക്കുള്ളിൽ തീർക്കാനുള്ളതല്ല. എന്റെ ഭാവന എനിക്കറിയാം. നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നും അറിയാം. സ്വന്തം അനിയത്തെ രക്ഷിക്കാൻ വേണ്ടി നിനക്ക് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നു. അത് മറ്റാർക്കും മനസ്സിലായില്ലെങ്കിലും എനിക്ക് മനസ്സിലാവും. എന്നും പ്രാരാബ്ദങ്ങളുടെ നടുവിലെ നിന്നെ ഞാൻ കണ്ടിട്ടുള്ളൂ. മനസ്സ് നിറഞ്ഞ് നീ ഒന്ന് ചിരിക്കുന്നത് പോലും കണ്ടിട്ട് വർഷങ്ങളായി. എപ്പം നോക്കിയാലും നിനക്ക് പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. ഇനിയെങ്കിലും നിനക്കതിൽ നിന്നൊരു മോചനം വേണം. അതിനുവേണ്ടിയാവും പണ്ടേ ദൈവം എന്നെ നിന്റെ അരികിലെത്തിച്ചത്. ഞാൻ ജീവിച്ചിരിക്കുമ്പോ നിനക്കൊരു പോറൽ പോലും സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല. നീ എനിക്ക് വേണ്ടി ജന്മം കൊണ്ടവളാ. അതുകൊണ്ടാ നിനക്ക് ഏത് ആപത്ത് വന്നാലും ദൈവം എന്നെ അവിടെ എത്തിക്കുന്നത്. നീ നോക്കിക്കോ, നിന്റെ ഈ ദുഃഖങ്ങളെല്ലാം മാറും. സന്തോഷം എന്താണെന്ന് നിനക്ക് ഞാൻ കാണിച്ചു തരും. അതിനുവേണ്ടി മാത്രമായിരിക്കും എന്റെ ശ്രമം. നീ വാ. കേറ്, കേറ്.
ഇത്രയും നാളും സ്വന്തം സഹോദരങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ട് അവസാനം സ്വയം ബലിയാടാകാൻ വേണ്ടിയിട്ടാണോ ഈശ്വര ഞാൻ എന്റെ കുഞ്ഞിനെ വളർത്തിയത്? ആണോ? ഇതിനും മാത്രം എന്ത് ദ്രോഹ ഞാൻ നിന്നോട് ചെയ്തത്? കരയാതെ അമ്മേ, അവൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്തിനാന്ന് പോലും മനസ്സിലാവുന്നില്ല. ചെയ്തത് സ്വയം രക്ഷയ്ക്ക് വേണ്ടിയാണെങ്കിലും അത് തെറ്റാണെന്ന് ബോധ്യമുള്ളതാണ് അവൾ കീഴടങ്ങാൻ തീരുമാനിച്ചത്. അല്ലെ നമ്മളൊക്കെ എത്ര ശ്രമിച്ചിട്ടും അതിൽ നിന്ന് അവളെ പിന്തിരിപ്പിക്കാൻ കഴിഞ്ഞോ? ഇല്ലല്ലോ. എന്തായാലും സൂര്യേട്ടും പോയിട്ടുണ്ടല്ലോ, ഉറപ്പായിട്ടും ചേച്ചിയും കൊണ്ടുവരും. എനിക്ക് വിശ്വാസമില്ല. നമ്മൾ എന്തെല്ലാം പറഞ്ഞിട്ടും കേൾക്കാതെയല്ലേ അവള് പോയത്. സൂര്യ പോയി വിളിച്ചാലും അവള് വരില്ല. ഇതിലും ഭേദാന്ന് നിങ്ങൾക്ക് എല്ലാത്തിനും കൂടെ വിഷം തന്നേച്ച് ഞാനും കൂടി അങ്ങ് വന്നാ മതിയായിരുന്നു. അന്ന് അവൾ തന്നെയാ വന്നത് തടഞ്ഞതും. എന്നിട്ടിപ്പോ അവസാനം ചെയ്ത കണ്ടില്ലേ അവള്? അമ്മ, ഞാൻ നല്ല മനസ്സോടെ അമ്മ ഭാവനോട് ഞാൻ പോയി പോലീസിൽ കീഴടങ്ങുമെന്ന് പറഞ്ഞു. പക്ഷെ അവള് കേക്കണ്ടേ? ഇനി എനിക്കൊന്നും കേക്കണ്ട. ഞാൻ ഈ വീട്ടിനകത്ത് ഉണ്ടാവണമെങ്കിൽ എന്റെ മോളും ഇതിനകത്തുണ്ടാവണം. ആരെന്തൊക്കെ ചെയ്തിട്ടാണെങ്കിലും എന്റെ കുഞ്ഞിനെ എനിക്ക് തിരിച്ചു തരണം. എനിക്ക് അങ്ങോട്ട് ഞാൻ ചോദിക്കട്ടെ, അവളുടെ സ്ഥാനത്ത് നിങ്ങൾ ആരെങ്കിലും ആണ് കീഴടങ്ങാൻ പോയിരുന്നെങ്കിൽ ഇവിടെ എന്റെ കുഞ്ഞ് അതിനൊരു പരിഹാരം കാണുമായിരുന്നു. സ്വന്തം ജീവിതം മറന്ന് മറ്റുള്ളവരെ സഹായിക്കാൻ പോകുന്ന എല്ലാവരുടെയും അവസ്ഥ അവസാനം ഇങ്ങനെ തന്നെയാ. ഞങ്ങളിപ്പോ എന്ത് ചെയ്യാനാ? അവിടെ സ്വഭാവം അമ്മയ്ക്ക് അറിയാവുന്നല്ലേ? ഞാൻ പോയി പോലീസിൽ കീഴടങ്ങാന്ന് പറഞ്ഞല്ലേ അമ്മ? ചേച്ചിയല്ലേ സമ്മതിക്കാഞ്ഞ്? ഈശ്വര, ഞാൻ എന്താ വേണ്ടത്? നീ തന്നെ എനിക്കൊരു വഴി കാണിച്ചതാ. ഭാനു, ഇനി എനിക്കിത് സഹിക്കാൻ പറ്റത്തില്ല. എണീക്കടി. അങ്ങനെ ഇപ്പൊ എന്റെ കുഞ്ഞ് ചെയ്യാത്ത കുറ്റത്തിന്റെ ശിക്ഷ അവൾ അനുഭവിക്കണ്ട. ഇപ്പൊ തന്നെ ധ്രുവന്റെ അച്ഛന്റെ അമ്മയുടെ അടുത്ത് പോയി ഞാനാ ഈ കൊലപാതകം ചെയ്തെന്ന് ഏറ്റു പറയാൻ പോവാ. എന്താ ഇത്? അമ്മ എന്താ അവിവേകമായി കാണിക്കുന്നത്? വേണ്ട, ഒരാളും ഇതിനകത്ത് ഒരു തടസ്സവും പറയണ്ട. എനിക്ക് എന്റെ മോളുടെ ജീവിതം അവലിത്. അങ്ങനെ ഇപ്പൊ അവള് മാത്രമായിട്ട് ഇതിനകത്ത് ബലിയാടാവണ്ട. അമ്മ പറഞ്ഞതാ ശരി. ഇനി ഞാൻ ഡോക്ടറാവാൻ ശ്രമിച്ചാലും അത് നടക്കില്ല. ചേച്ചി ജയിലിലടച്ചിട്ട് ഞാൻ എത്ര ശ്രമിച്ചാലും ഡോക്ടറാവാനും പോകുന്നില്ല. അമ്മ വാ മോളെ, നിങ്ങൾ എടുത്തു ചാടാതെ. എന്തെങ്കിലും ഒരു മാർഗം നമ്മുടെ മുന്നിൽ തെളിയും. മോൾ സമാധാനപ്പെടും. അമ്മേ, ഞങ്ങൾ എല്ലാരും പറയുന്ന അമ്മ ഒന്ന് കേക്ക്. സൂര്യ എന്തായാലും പോയിട്ടുണ്ടാവും, നമുക്ക് നോക്കാം അമ്മേ. അതെ അമ്മ, ദയവേത് ഇപ്പൊ ഞങ്ങൾ പറയുന്നതൊന്ന് കേൾക്ക്. അമ്മ ഇവിടെ ഇരിക്കും, ഞാനൊന്ന് സൂര്യ വിളിച്ചു നോക്കട്ടെ. ഇനി നീ ആരെയും വിളിക്കണ്ട. ഇനി ഞാൻ തീരുമാനിക്കും എന്താ വേണ്ടതെന്ന്. നടക്കടി. എന്താ അമ്മേനെ തല ചുറ്റുന്നു. ഇവിടെ ഇരിക്കേ. മായേ, കുടിക്കാൻ ഇച്ചിരി വെള്ളം എടുത്തോളൂ. മായേ, ഒന്നുമില്ല നിനക്ക്. കുടിക്കേ. അമ്മേ, ഇനിയിപ്പോ എവിടേക്കും പോണ്ട. ഞാൻ തന്നെ പോയി ധ്രുവന്റെ അച്ഛനമ്മമാരെ കാണണം. എന്നിട്ട് എന്റെ പെങ്ങളെ നശിപ്പിക്കാൻ ശ്രമിച്ചവരെ ഞാൻ കൊന്നു പറയണം. അല്ലാതെ മറ്റൊരു മാർഗം എന്റെ മുന്നിലില്ല. സേതോട്ടാ, എങ്ങോട്ടാ പോന്നേ? ഞാൻ ദേ വരുന്നു. വരാം. സേതുവേട്ടൻ എവിടെ പോകുന്നു? എന്താ സേതുവേട്ട മുഖം വല്ലാതായത്? ഇത് എവിടെ പോവാ?
ഞാൻ സൂര്യയുടെ വീട്ടിലോട്ട് വരാൻ ഇറങ്ങിയാണ്. എന്റെ വീട്ടിലേക്കോ? എന്തിന്? ധ്രുവനെ ഞാനാ കൊന്നെന്ന് ധ്രുവന്റെ അച്ഛനോടും അമ്മയോടും പറയാൻ. ഏട്ടാ, എന്താ സേതുവേട്ടാ ഇത്? എന്ത് മണ്ടത്തരമായി കാണിക്കാൻ പോകുന്നത്? ഭാവന പോലീസിൽ കീഴടങ്ങാൻ പോയതിനു ശേഷം ഇവിടെ ആ പ്രശ്നമായിരുന്നു സൂര്യ. അമ്മയാകെ വയലൻ്റായി. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തീരുമാനമെടുത്ത് ആരോടും പറഞ്ഞില്ല.